വളരെ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണിത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വാശി നടപ്പാക്കാൻ ശ്രമിച്ചു, നടപ്പായി എന്നുള്ളതാണ് സത്യം. ഇത് കരുതിക്കൂട്ടി കേരളത്തിലെ വിശ്വാസികളെ മുഴുവൻ മനസ്സ് വേദനിപ്പിച്ച അതിക്രൂരമായ ഒരു ഗൂഢാലോചനയാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. ഇന്നലെ മതിലിന് ശേഷം ഇവരെ രാത്രിയിൽ 2 മണിക്ക് ആരവിടെ കൊണ്ടുവന്നു. ഇവർ കുറേ നാളുകളായി വീട്ടിൽ ചെന്നിട്ടില്ല. ഇവർ എവിടെയായിരുന്നു? ഈ 2 സ്ത്രീകൾ നേരത്തെ കയറാൻ വന്നപ്പോൾ തടസ്സമുണ്ടായപ്പോൾ തിരിച്ചു പോയതാണ്. ഇവരെവിടെയായിരുന്നു ഇത്രയും ദിവസം? ഇവർ ആരുടെ കസ്റ്റഡിയിലായിരുന്നു? പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പോലീസ് കസ്റ്റഡിയിലുള്ള ആളുകളെ ഇരുമുടിക്കെട്ട് പോലും ഇല്ലാതെ ഇവരെ സന്നിധാനത്ത് പോലീസാണ് എത്തിച്ചത്. അത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം, ഗവൺമെൻറ്റിൻ്റെ CPMൻ്റെയും നിർദ്ദേശാനുസരണമാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നടന്ന ആചാര ലംഘനം നടത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു വാശിയായിരുന്നു. ഇന്നലെ മതിൽ അതിനുവേണ്ടിയാണ് സംഘടിപ്പിച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇന്നലെ രാത്രിയിൽ തന്നെ ഈ നടപടി ചെയ്യുമെന്ന് നമ്മൾ ആരും കരുതിയതല്ല. ഏതായാലും വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത്. ഇത് വിശ്വാസ സമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചിരിക്കുന്നു. വിശ്വാസികളായ മുഴുവൻ ആളുകളുടെയും മനസ്സ് വേദനിപ്പിച്ചിരിക്കുന്നു. ഇത് അക്ഷന്തവ്യമായ ഒരു തെറ്റാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സാവകാശ ഹർജി കൊടുത്തിരിക്കുകയാണ്. ജനുവരി 22-ാം തീയതി കോടതിയിൽ അത് വരാൻ പോകുന്നു. റിവ്യൂ പെറ്റീഷൻ ഓപ്പൺ കോടതിയിൽ ചർച്ച ചെയ്യാനിരിക്കുമ്പോൾ ദേവസ്വം ബോർഡ് സാവകാശ ഹർജി ചോദിച്ചപ്പോൾ ഈ 2 സ്ത്രീകളെ അവിടെ കയറ്റിയതിൻ്റെ അത് കേരള വിശ്വാസ സമൂഹത്തെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും അവരെ വെല്ലുവിളിക്കാനുമുള്ള മുഖ്യമന്ത്രിയുടെയും CPMൻ്റെയും ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതിവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് വിശ്വാസ സമൂഹത്തിനാകെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണിത്. ഇരുമുടിക്കെട്ട് പോലുമില്ലാതെ, വ്രതാനുഷ്ഠാനങ്ങളില്ലാതെ ഇത് അവിടെ ചെന്ന 2 ആളുകളെ മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ദേവസ്വം മന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 ആക്ടിവിസ്റ്റുകളെ അവിടെ കയറ്റാൻ എന്തിനാണ് ഗവൺമെൻറ് ഇത്രയും വലിയ വാശി കാണിക്കുന്നത്? ഏതായാലും മുഖ്യമന്ത്രിയുടെ ദുർവാശി നടപ്പാക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമായി ശബരിമലയെ എത്തിച്ചത് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നാടിനെ വെല്ലുവിളിക്കുകയാണിത്. എല്ലാ വിശ്വാസ സമൂഹത്തെയും വെല്ലുവിളിക്കുകയാണ്. അവിശ്വാസികളായ ഒരു കൂട്ടം ആളുകൾ വിശ്വാസികളെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങിയിരിക്കുകയാണ്. അവിശ്വാസികളായ ആളുകളാണ് ഈ വിശ്വാസങ്ങളെ മുഴുവൻ തകർത്തേ അടങ്ങൂ എന്ന മട്ടിൽ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതിലൂടെ ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിലേറ്റ മായാത്ത, ഉണങ്ങാത്ത ഒരു മുറിവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു കാരണം ശബരിമല നട അടച്ചത് 100% ശരിയാണ്. തന്ത്രികളാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. കോടിയേരി ബാലകൃഷ്ണനും കാനൻ രാജേന്ദ്രനും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ്. അയ്യപ്പ ഭക്തന്മാരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന കാര്യത്തിൽ അവരെല്ലാവരും കൂട്ടാളികളാണ് എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ശബരിമല തന്ത്രി എടുത്ത നിലപാട് 100% ശരിയാണ്. അങ്ങ് വിശ്വാസ ലംഘനം ഉണ്ടായാൽ, ആചാര ലംഘനം ഉണ്ടായാൽ തന്ത്രിക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ വിധിപ്രകാരം അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. ബോർഡുമായി ആലോചിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല. ബോർഡ് തന്നെ സാവകാശ ഹർജി കൊടുത്തിരിക്കുകയല്ലേ. ബോർഡ് സുപ്രീം കോടതി ഉത്തരവിനെതിരായി ഇവിടെ എതിരായിട്ടുള്ള റിവ്യൂ ഹർജി പരിഗണിക്കാൻ കിടക്കുകയല്ലേ. ഇത് ക്ലോസ്ഡ് ചാപ്റ്റർ അല്ലല്ലോ. വിധി അന്തിമമായൊരു വിധി വന്ന ശേഷം അതിന് മറ്റ് നിയമപരമായ വഴികളിലൂടെ ആളുകൾ പോയിട്ടുണ്ടല്ലോ. കോൺഗ്രസ് തന്നെ റിവ്യൂ ഹർജി കൊടുത്തിരിക്കുകയാണ്. അപ്പം ഇനിയും ആ ജുഡീഷ്യൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇത് ചെയ്യുന്നത് അങ്ങേയറ്റത്തെ ധിക്കാരപരമായ നടപടിയാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മതിൽ തന്നെ ഇതിനു വേണ്ടിയാണ് സംഘടിപ്പിച്ചത് എന്നിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ മതിലിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് സംഘടനകൾ അഭിപ്രായം പറയേണ്ട സന്ദർഭമാണിത്. വിശ്വാസികളുടെ വികാരങ്ങളെ പൂർണ്ണമായി തകർക്കുന്ന CPMൻ്റെ ഈ നടപടിയോട്, ഇടതുമുന്നണിയുടെ ഈ നടപടിയോട് കേരളം ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കും. ഇന്ന് UDFൻ്റെ ആഭിമുഖ്യത്തിൽ കേരള വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും. വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ
സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. ഇന്ന് കേരളത്തിൽ വൈകുന്നേരം എല്ലായിടങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇത് ഒരു മതത്തിൻ്റെ മാത്രമല്ല, എല്ലാ മതവിശ്വാസങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. ഞാനിവിടെ നിൽക്കുന്ന ഈ പാത്താമുട്ടത്തെ ഈ പള്ളിയിലാണ്. ഇവിടെയും കരോൾ പോലും നടത്താൻ ഇവർ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു വശമാണ്. അപ്പോൾ CPM വിചാരിച്ചാൽ കരോൾ നടത്തില്ല, CPM വിചാരിച്ചാൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റും എന്നൊക്കെയുള്ള നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. വിശ്വാസികളോടുള്ള യുദ്ധം പ്രഖ്യാപിച്ചൊരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉള്ളത്. ഇതിനെതിരായി അതിശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിന്റെ മകൻ കോട്ടയം SP ഹരിശങ്കറാണ് ഇതിന് നേതൃത്വം നൽകിയതെന്നാണ് ആരോപണം. കുറേ ദിവസങ്ങളായി അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്ത്രീകൾ എവിടെയായിരുന്നു? കോട്ടയം SP കയ്യിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെങ്ങനെ അവിടെ എത്തി? ഈ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. പോലീസ് ഇത്രയും വൈരാഗ്യത്തോടുകൂടി കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് എന്തിനാണ് അവരിത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും ഈ കാര്യത്തിൽ വലിയ വാശിയിലാണ്. എന്ത് വില കൊടുത്തും അവിടെ ആചാരങ്ങൾ ലംഘിക്കും എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാശി നടപ്പായിരിക്കുകയാണ്. ഈ വനിതാ മതിലിൽ പങ്കെടുത്ത മറ്റ് സംഘടനകൾ അഭിപ്രായം പറയട്ടെ. അവർ നേരത്തെ പറഞ്ഞത് ശബരിമലയുമായി വനിതാ മതിലിന് ബന്ധമില്ലെന്നല്ലേ? അപ്പോൾ ആചാര ലംഘനങ്ങൾ നടത്തി കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെ തകർത്ത ഈ സർക്കാരിന് ഒരിക്കലും കേരള ജനത മാപ്പ് നൽകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. ഇന്ന് കേരളം വ്യാപകമായ തോതിൽ UDFൻ്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത്.